നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. ഡിസംബർ മാസം 10, 11, 12 തീയതികളിൽ ഈ നക്ഷത്ര ജാതകർക്കൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നു. ഈ നക്ഷത്ര ജാതകർക്ക് ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. ഇവർ കാലങ്ങളായി പ്രതീക്ഷിച്ച ഒരു കാര്യം ഇവർക്ക് നടന്നു കിട്ടാൻ പോകുന്നു. ഒരുപക്ഷെ ഒരു വട്ടം പരീക്ഷിച്ചാൽ പോലും നിങ്ങൾക്കൊരു ലോട്ടറി അടിക്കാൻ പോകുന്നു. അഹങ്കാരികൾ എന്ന് തോന്നിപ്പിക്കുമെങ്കിലും ഇവർക്ക് നല്ല മനസ്സിൻ്റെ ഉടമകളാണ് ഈ നക്ഷത്ര ജാതകർ. ഈ ഭാഗ്യ നക്ഷത്ര ജാതകർക്ക് ഒറ്റ ലോട്ടറിയിലൂടെ ഇരട്ട ഭാഗ്യത്തിന് സാധ്യത ഏറെയാണ്. യൗവനത്തിന് ശേഷമാണ് ഇവർക്ക് കൂടുതൽ മെച്ചമുണ്ടാകുന്നത്. യൗവനത്തിന് ശേഷമായിരിക്കും ഇവർക്ക് കൂടുതൽ മെച്ചമുണ്ടാകുന്നത്. ചെറുപ്പകാലത്ത് അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ ഇവർക്ക് മാറി ഒരുപാട് അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ വന്നു ചേരുന്നത് യൗവനത്തിന് ശേഷം. ആ ഭാഗ്യ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിന് ഇതൊന്ന് ഷെയർ ചെയ്യുക. വെള്ളി ചൊവ്വ ദിനങ്ങളിൽ പ്രത്യേക പൂജയുണ്ട്. ആ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. നാളെ ചൊവ്വാഴ്ചയാണ്. മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. ഡിസംബർ 10, 11, 12 തീയതികളിൽ ഒരു അത്ഭുതം സംഭവിക്കുന്ന, ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തുന്ന ആ ഭാഗ്യമുള്ള നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഒരുപക്ഷെ ഇവർക്കൊരു ഭാഗ്യക്കുറി അടിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഞാൻ സ്ഥിരം ഭാഗ്യക്കുറി എടുക്കുന്ന ഒരാളാണ്. എനിക്കടിക്കില്ല എന്ന് തന്നെയാവും നിങ്ങൾ പറയുക. എന്നാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സമയമനുസരിച്ച് ധനവർദ്ധനവിൻ്റെ കാലഘട്ടമാണ്. മേടക്കൂറിലെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും സൗഭാഗ്യ സമ്പന്നതയിലെത്താനുള്ള ഒരു യോഗം കാണുന്നുണ്ട്. ഒരുപക്ഷെ ലോട്ടറി അടിക്കാം. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധേനെ നല്ലൊരു സൗഭാഗ്യം ഇവർക്ക് വന്നു ചേരാം. ധനവരവിൻ്റെ കാലം, കഷ്ടകാലങ്ങളൊക്കെ അവസാനിക്കുന്ന കാലം. ജീവിതത്തിൽ ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഇവരുടെ എല്ലാ സങ്കടങ്ങളും മാറി നേട്ടത്തിലേക്ക് എത്തുന്നു അശ്വതിയും ഭരണിയും കാർത്തികയും. ഈ ഒരു സമയത്ത് ഇവരൊരു ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണ് എങ്കിൽ ആ ജോലിയൊക്കെ വളരെ നിഷ്പ്രയാസം ഇവർക്ക് ലഭിക്കുന്നതായി കാണുവാൻ സാധിക്കും. ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് നിൽക്കുന്നവരാണ് എങ്കിൽ ആ ഇൻ്റർവ്യൂ പാസ്സായി എന്ന് ഒരു സന്ദേശം വരുന്നതായി കാണുവാൻ സാധിക്കും. എന്തായാലും ഇവർ സ്വപ്നം കാണുന്ന ഒരു കാര്യം ഇവർക്ക് നടന്നു കിട്ടും. ഈ നാളുകാർക്ക് അനുകൂലമായ സമയമാണ്. നല്ല ഫലങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ഒപ്പം ലോട്ടറി ഭാഗ്യവും കാണുന്നുണ്ട്. ദുബായിലൊക്കെ നിൽക്കുന്നവരാണ് എങ്കിൽ ദുബായ് ലോട്ടറിയൊക്കെ അടിക്കുവാനുള്ള ചാൻസൊക്കെ ഇവർക്ക് കൂടുതലാണ്. അമേരിക്കയിലൊക്കെ നിൽക്കുന്നവരാണ് എങ്കിൽ അമേരിക്കൻ ലോട്ടറിയൊക്കെ അടിക്കുവാനുള്ള ചാൻസും ഇവർക്ക് കൂടുതലാണ്. അത്രയധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് അശ്വതിയും ഭരണിയും കാർത്തികയും എത്തുന്നത്. അടുത്ത നക്ഷത്ര ജാതകർ രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്ര ജാതകർക്കും ഭാഗ്യം കൈവിടില്ല. മനസ്സിന് സ്വസ്ഥത കുറവ് കാണുന്നു. സാമ്പത്തികമായി ഉയരുന്ന സമയമാണ്. ലോട്ടറി ഭാഗ്യമുണ്ട്. ക്ഷേത്ര ദർശനം നടത്തുക. കണ്ണന് കദളിപ്പഴം നേദിക്കുക. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയമാണ്. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും രോഹിണി നക്ഷത്ര ജാതകർ എത്തുന്ന സമയം. സാമ്പത്തികമായി ഉയരുന്ന സമയം. അപ്പോൾ കണ്ണന് കദളിപ്പഴം നേദിക്കുക. ആഗ്രഹം അതെന്ത് തന്നെയാണെങ്കിലും സഫലമാകും. അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്. ഭാഗ്യമാണ് തിരുവാതിരയ്ക്ക്. തൊട്ടതെല്ലാം പൊന്നാക്കും. ദൈവാനുഗ്രഹം ഉണ്ടാകും. നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും, കഴിഞ്ഞ കുറേ കാലമായി ദുഃഖങ്ങൾ മാത്രമാണ്, ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ നിങ്ങൾക്ക് അനുകൂലമായ പല കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ്. ഒരുപക്ഷെ ഒരു ജോലി കിട്ടുന്ന കാര്യമാകാം. അല്ലെങ്കിൽ കാലങ്ങളായി വിദേശ രാജ്യത്തൊക്കെ പോകാൻ ആഗ്രഹിച്ചിട്ട് അത് നടക്കുന്ന കാര്യമാകാം. എന്ത് തന്നെയാണെങ്കിലും നിങ്ങളിത് എഴുതി വെച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാലം സംഭവിച്ചു കഴിഞ്ഞു.
നിങ്ങൾ ആഗ്രഹിച്ച ഒരു സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നു. കൊതിച്ചതൊക്കെ നേടാൻ നിങ്ങൾക്ക് കഴിയുന്നു. അടുത്ത നക്ഷത്രം പുണർതമാണ്. സാമ്പത്തിക പ്രയാസം കുറയുന്ന സമയമാണ്. 10, 11, 12 തീയതികളിൽ നിങ്ങൾ തർക്കങ്ങളിൽ ഒന്നും പെടാതിരിക്കാൻ ശ്രമിക്കുക. പുണർത നക്ഷത്ര ജാതകർ വളരെ സാധുക്കളാണ്, വളരെ സത്സ്വഭാവികളാണ്, ഈശ്വരചിന്ത മാത്രം കൊണ്ട് നടക്കുന്നവരാണ്. എന്നാൽ ഇവരെ സംബന്ധിച്ച് ഒരുപാട് ദോഷ സമയങ്ങൾ കൂടിയാണ്. രോഗങ്ങൾ, അതുപോലെ തന്നെ ഒന്നൊഴിഞ്ഞാൽ മറ്റൊന്നായി ഒരുപാട് പ്രശ്നങ്ങൾ, ഇതൊക്കെ പരിഹരിക്കപ്പെടും. ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും, സന്താന ഭാഗ്യം ഉണ്ടാകും, മനക്ലേശവും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും. അടുത്ത നക്ഷത്രം ആയില്യമാണ്. ആയില്യ നക്ഷത്ര ജാതകർക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാകുന്ന സമയമാണ്. ലോട്ടറി ഭാഗ്യമുണ്ട്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുക. 10, 11, 12 തീയതികളിൽ ഒരു ലോട്ടറിയൊക്കെ ഒരു കുഞ്ഞു സമ്മാനമാകാം. ചിലപ്പോൾ അത് അടിക്കുവാനുള്ള സാധ്യത ഇവർക്ക് കൂടുതലാണ്. അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ്. ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യും. ആഗ്രഹ സഫലീകരണം, ലോട്ടറി ഭാഗ്യം വന്നു ചേരും. ഏതായാലും ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നു. ഒരുപാട് ഉയർച്ചയിൽ എത്താൻ കഴിയുന്ന സമയം. ആദരവ്, ധനധാന്യ സമൃദ്ധി, മനസ്സമാധാനം ഇവയൊക്കെ ഉണ്ടാകുന്ന സമയം. അടുത്ത നക്ഷത്രം ഉത്രാടമാണ്. അനിശ്ചിതത്വം അവസാനിക്കുന്നു. ഇനി നിങ്ങളെ സംബന്ധിച്ച് നല്ല കാലമാണ്. ഒരുപാട് ദുഃഖങ്ങളായിരുന്നു, ഒരുപാട് ദുരിതങ്ങളാണ്, ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. പലരെയും സമീപിച്ചു, പക്ഷേ എവിടെയൊക്കെയും നിരാശ തന്നെയാണ്. പ്രണയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ധനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ജോലിയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാ രീതിയിലും ബുദ്ധിമുട്ടുകൾ. വിദേശത്തൊക്കെ നിൽക്കുന്നവർക്കാണെങ്കിൽ ഭയങ്കര കഷ്ടപ്പാട്. അതൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും വന്നു ചേരും. കലഹങ്ങൾ ഉണ്ടാകാം, ഒപ്പം ധനാഭിവൃദ്ധിയും. ഭാഗ്യം കൂടെയുണ്ട്. അടുത്ത നക്ഷത്രം പൂരുരുട്ടാതിയാണ്. ജീവിത പുരോഗതി ഉണ്ടാകുന്ന സമയമാണ്. ഭാഗ്യാനുഭവങ്ങൾ, സത്പേര് എന്നിവ ഉണ്ടാകുന്ന കാലം. ശത്രുപീഡയും ഉണ്ടാകും, എങ്കിലും ലോട്ടറി ഭാഗ്യം കൂടെയുണ്ട്. ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ്. ലോട്ടറി അടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്ത നക്ഷത്രം രേവതിയാണ്. സാമ്പത്തിക നില മെച്ചപ്പെടും. 3 ദിവസം കൊണ്ട് സാമ്പത്തിക നില മെച്ചപ്പെടും. പണക്കാരനാവുമെന്നല്ല, ഇതൊരു പക്ഷേ 1 മാസം 1.5 മാസക്കാലമൊക്കെ നിൽക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും അനുകൂലമായ സമയമാണ്. ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ്. തൊട്ടതൊക്കെ പൊന്നാക്കാൻ കഴിയുന്ന സമയമാണ്. ആഗ്രഹം നിറവേറുന്ന സമയം. മനക്ലേശം മാർക്കിട്ടും രാഷ്ട്രീയ നേട്ടമുണ്ടാകും. റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ നല്ല കച്ചവടമൊക്കെ നടക്കുന്ന സമയമാണ്. നിങ്ങളുടെ ബിസിനസ്സൊക്കെ പുരോഗതിയിലെത്തുന്ന സമയമാണ്. മഹാഭാഗ്യത്തിന് സമയം വന്നു ചേർന്നിരിക്കുന്നു. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അവിടെ ഭസ്മാഭിഷേകം നടത്തുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കഷ്ടപ്പാടുകളും മാറി, എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തുന്നതായി കാണുവാൻ സാധിക്കും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾ അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. തീർച്ചയായും മറുപടി തരും. വീണ്ടും ഒരു വീഡിയോയുമായി എത്തും വരെ നന്ദി, നമസ്കാരം.